പോർഷെ, BMW, ബെൻസ് തുടങ്ങി നിരവധി ആരാധകരുള്ള വിലപിടിപ്പുള്ള പല കാറുകളുണ്ടായിട്ടും ജനപ്രിയത വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടാക്കിയെടുത്ത കമ്പനിയാണ് അംബാസിഡർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയാവുന്ന കാറും അംബാസിഡർ തന്നെയായിരിക്കും. ഇപ്പോൾ അംബാസിഡർ വീണ്ടും ഇന്ത്യൻ വിപണി കീഴടക്കാൻ വരുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. മോശം വിൽപ്പനയും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം 2013-14 കാലഘട്ടങ്ങളിൽ അംബാസിഡറിന്റെ നിർമ്മാണം അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും ജനഹൃദയങ്ങളിലുള്ള അംബാസിഡർ കാറിനെ ഈ വർഷം പുത്തൻ രൂപത്തിൽ വിപണിയിലെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് കാറിന്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഉപസ്ഥാപനമായ ഹിന്ദ് മോട്ടോ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായ പ്യൂഷോയും ചേർന്നാണ് പുത്തൻ അംബാസിഡറിനെ നിരത്തിലിറക്കുന്നത്. 2017 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ നിന്നും 80 കോടിക്ക് അംബാസിഡറിന്റെ അവകാശം പ്യൂഷോ വാങ്ങിയിരുന്നു. സുഖകരമായ യാത്ര പ്രദാനം ചെയ്യുന്നതും കാറിനുള്ളിലെ വിശാലമായ സൗകര്യവുമാണ് അംബാസിഡറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ അംബാസിഡറിലും ഈ ഗുണങ്ങൾ പ്രദാനം ചെയ്യാനാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സും പ്യൂഷോയും ആലോചിക്കുന്നത്. മാത്രവുമല്ല, പുതിയ ഉപഭോക്താക്കൾക്ക് വേണ്ടി ആധുനികമായ ഫീച്ചറുകളും കാറിൽ ഉൾപ്പെടുത്താൻ പ്യൂഷോ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ പുതിയ അംബാസിഡറിന്റെ എഞ്ചിന്റെ ഭാഗങ്ങൾ നിർമ്മാണ ഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലും ഇന്ത്യയിലും ഉടനീളം ഒരു കാലത്ത് ജനപ്രതിനിധികളും മന്ത്രിമാരും റോഡ് സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്നത് അംബാസിഡർ കാറുകളായിരുന്നു.